ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ. ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് നമ്മൾ ആക്ച്വലി ഗോഡ്സില വി എസ് കോങ്ങിന്റെ റിവ്യൂ ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിനിമ നമ്മൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കാണുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിലെ സിനിമ കാണുന്നത് പോലെ തന്നെയാണ്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ലോജിക്കും കാര്യങ്ങളൊന്നും വെച്ച് നമ്മൾ ഒരിക്കലും കാണരുത്. ജസ്റ്റ് ഇവർ തമ്മിലുള്ള ഫൈറ്റ് കാണുന്നത് തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ പ്രേക്ഷകരും പോകുന്നതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു വ്യത്യാസം ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയറിനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതിനു മുമ്പ് നമുക്ക് റീസെൻ്റ്ലി ഗോഡ്സിലയുടെ -1 എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സിനിമയ്ക്ക് ഓസ്കർ അവാർഡും കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗോഡ്സിലയുടെ ആ ഒരു ഫ്രാഞ്ചൈസിലേക്ക് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ആദ്യമായിട്ട് ഓസ്കർ ലഭിച്ചിട്ടുള്ളൊരു സിനിമ കൂടി തന്നെയാണ് -1. സോ ഇത് ടെക്നിക്കലി ആ ഒരു സെയിം യൂണിവേഴ്സിലുള്ള പടം അല്ലെങ്കിൽ തന്നെ ഒരു ഗോഡ്സിലയുടെ സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർക്ക് ഒത്തിരിയധികം രീതിയിൽ പ്രതീക്ഷയുണ്ടാവും എങ്ങനെയുണ്ടാകും ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ആദ്യം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഓസ്കർ ഒന്നും ഈ ഒരു സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ മുടക്കുന്ന കാശിനുള്ള സിനിമയുണ്ട്, 3Dക്കുള്ള സിനിമയും ഉണ്ട്. എസ്പെഷ്യലി ഫൈറ്റ് വേറെ ലെവലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതാണ് എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം തന്നെ. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടുപ്പിക്കാതെ നമുക്ക് ഈ ഒരു സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. സോ ഞാൻ നേരത്തെ പറയുന്നതിനകത്ത് നിന്ന് ചെറിയൊരു കാര്യം എനിക്ക് തിരുത്താനുണ്ട്. അതായത് ഇത് മൊത്തത്തോടെ ഒരു ഗോഡ്സില സിനിമ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗോഡ്സിലയെക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇതിനകത്ത് സ്ക്രീൻ പ്രസൻസും ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുള്ള മറ്റാർക്കുമല്ല കോങ്ങിന് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കോങ്ങിനാണ് കുറച്ചും കൂടി ഈ ഒരു സിനിമയിൽ കൂടുതൽ പ്രസൻസ് എന്നുള്ളൊരു കാര്യമായിട്ടാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്, നിങ്ങൾ #കോങ് ആണോ ടീം കോങ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ #ടീം ഗോഡ്സില ആണോ എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ പ്ലോട്ടിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു സിനിമയുടെ പ്ലോട്ടിനകത്ത് ഇത്തവണ അവർ നമ്മളെ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ അവർ ഈ ഒരു ഹോളോ എർത്ത് അതിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ അവരിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് എന്താണെങ്കിലും ഒരു ഭയങ്കര മെനസിങ് ആയിട്ടുള്ള ഒരു വില്ലനായിട്ടുള്ള സ്കാർ കിങ്ങിനെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ആൻഡ് സ്കാർ കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കാർ കിങ് ഒരു കിടിലനായിട്ടുള്ളൊരു വില്ലനായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കുറച്ചും കൂടി കൂടുതൽ കോങ് ആണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ കോങ്ങിലേക്ക് നോക്കിയാൽ കോങ് സത്യം പറഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റി ഉള്ളൊരു ക്രീച്ചർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കുറേയധികം ഇമോഷണൽ സീൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കോങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഈ ഒരു സിനിമ എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കുറച്ചും കൂടി കൂടുതൽ ഹോളോ എർത്ത് കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഗോഡ്സില VS കോങ്ങിനേക്കാളും ഗോഡ്സില എക്സ് കോങ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്കകത്തായിട്ടാണ് എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു അഡ്വഞ്ചറും കാര്യങ്ങളെല്ലാം അവർക്ക് നന്നായിട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമയ്ക്കകത്ത് ആ ഒരു കൊച്ചുകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയ്ക്കകത്ത് ആ കൊച്ചുകുട്ടിക്ക് സത്യം പറഞ്ഞാൽ വിഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ സിനിമയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ ഹ്യൂമൻസിന് പ്രത്യേകിച്ച് ഒരു പ്രശസ്തിയില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ഈ ഒരു സിനിമ കാണാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള അടി കാണാൻ വേണ്ടി തന്നെയാണ്. ആൻഡ് ആ ഒരു പൊരിഞ്ഞടി അവർക്ക് സൂപ്പറായിട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ എടുത്തു പറയേണ്ടതാണ് VFXും CGIയും. ഈ ഒരു സിനിമയ്ക്കകത്തുള്ള VFXും CGIയും അവർ പൊളിച്ചടുക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി സിനിമയുടെ എൻഡിങ്ങിലേക്ക് എത്തുമ്പോഴത്തേക്കും കോങ്ങും അതുകൂടാതെ തന്നെ ഗോഡ്സിലയും കൂടി ടീമപ്പ് ഒക്കെ ചേർന്നെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഫൈറ്റൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പറയുകയാണ് ഈ ഒരു മോൺസ്റ്റർവേഴ്സ് സിനിമകളിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ലെങ്ത് ഉള്ള അടിയുള്ള ഒരു സിനിമയും കൂടിയായിട്ടാണ് ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എനിക്കും തോന്നിയിട്ടുള്ളത്. സോ നേരത്തെ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആഡം വിൻഗാർഡ് തന്നെയാണ് ഈ ഒരു സിനിമയും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ ഗോഡ്സില VX കോങ്ങിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതേ സെയിം ഒരു ക്യാമറ ആംഗിൾസ്, സിനിമോട്ടോഗ്രാഫി, ആക്ഷൻസ്, കുറച്ചും കൂടി കിഡിലനായിട്ടുള്ളൊരു ആക്ഷൻസ് നമുക്ക് ഈ ഒരു സിനിമയിൽ തന്നെ ഉള്ളതുപോലെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈ ആകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ഇനി നമ്മൾ ഹ്യൂമൻസിന്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂമൻസിന് ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒരു പ്രശസ്തിയില്ല. പക്ഷെ എന്നാലും ഡാൻ സ്റ്റീവൻസും അതുകൂടാതെ തന്നെ ബ്രയൻ ഹെൻറിയും കൂടിയിട്ടുള്ള അവരുടെ ആ ഒരു കോമിക് റിലീഫ് ക്യാരക്ടർ എനിക്ക് അത്യാവശ്യം വർക്കൗട്ട് ആയതുപോലെ എനിക്ക് തോന്നി ഇതിനു മുമ്പുണ്ടായിരുന്ന സിനിമ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ. ആൻഡ് അല്ലറ ചില്ലറ കുറേയധികം കോമഡി സീൻസും അവർക്ക് എന്താണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും ഞാൻ പറയുന്നു ഹ്യൂമൻസിന് ഈ ഒരു സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒരു പ്രശസ്തിയില്ല. ആൻഡ് സിനിമയുടെ ആക്ഷൻസ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരേ ഒരു കാര്യം മാത്രമാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെ തന്നെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മോൺസ്റ്റർവേഴ്സിലുള്ള ഫ്രാഞ്ചൈസി നമ്മൾ എന്താണെങ്കിലും കാണേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം ബിൽഡിങ് ഇവരിനകത്ത് ഇടിച്ചു പൊതിക്കണമെന്നറിയാമോ എർത്തി വന്നിട്ടുള്ള ഫൈറ്റിനകത്ത്. സോ അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എത്രത്തോളം കൊളാട്രൽ ഡാമേജ് അവിടെ സംഭവിച്ചിട്ടുണ്ട്.
എത്രത്തോളം കാഷ്വാലിറ്റി അവിടെ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ആൾക്കാർ അതിനകത്ത് മരിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയില്ല. അതായത് ഈ ഒരു സിനിമ ശരിക്കും ഈ ഒരു യൂണിവേഴ്സിൽ സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്ത് തന്നെയായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ആയിട്ടുള്ളൊരു ഫൈറ്റാണ് നമുക്ക് സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറിയൊക്കെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് നല്ലൊരു ആക്ഷൻ പടം, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല VFX 3D പടം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ന്യൂ എംപയർ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾ കോങ്ങിൻ്റെ ഫാനോ ഗോഡ്സില്ലയുടെ ഫാനോ ആണെങ്കിൽ, എസ്പെഷ്യലി കോങ്ങിൻ്റെ ഫാൻ ആണെങ്കിൽ കോങ്ങിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോഡ്സില്ല ഫാൻസിന് കുറവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ഈ ഒരു സിനിമയുടെ പ്ലോട്ട് അങ്ങനെയാണ് അവർ കാണിച്ചു വെച്ചേക്കുന്നത്. ആ ഒരു ഒറ്റ റീസൺ കൊണ്ടായിട്ട് അങ്ങനെ അവർ ചെയ്തതെന്നാണ് എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 6 out of 10. ഇറ്റ്സ് എ വൺ ടൈം വാച്ചബിൾ സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ ജസ്റ്റ് ആക്ഷൻ മാത്രമായിട്ട് ഞാൻ നോക്കുവാണെങ്കിൽ 7 out of 10 എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു സിനിമ ഒരിക്കലും ആക്ഷൻ മാത്രം വെച്ച് നമുക്കൊരു സിനിമ കംപ്ലീറ്റ്ലി ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വൺ ടൈം വാച്ചബിൾ തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്കും പേഴ്സണലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടോ? നിങ്ങളുടെ ഫേവറേറ്റ് സീൻ ഏതായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീം കോങ് ആണോ, ടീം ഗോഡ്സില്ല ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീംസ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗോഡ്സില്ല -1 OTTയിൽ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് വരെ അത് റിലീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് തന്നെയാണ്. ഞാനും ആ ഒരു സിനിമ കാണാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ.